തൊഴിലില്ലായ്മയ്ക്കും ഭരണകൂട നയങ്ങൾക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസരൂപേണ ഉയർന്നു വന്ന ഒരു മീം പ്രസ്ഥാനം ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നു. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി. വൈറലായി പടരുന്ന കോക്രോച്ച് ജനതാ പാർട്ടി കേവലം ഒരു തമാശയല്ല. ജനങ്ങളെ കൂട്ടത്തോടെ തെരുവിലിറക്കാനും വിദേശ ഇടപെടലുകൾക്കും ആസൂത്രിതമായ അശാന്തി സൃഷ്ടിക്കാനും കെൽപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമായാണ് പടരുന്നതെന്നാണ് സുരക്ഷാ വിഭാഗത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ CJP ഇപ്പോൾ ഇന്ത്യൻ സുരക്ഷാ ഏജൻസികളുടെ കടുത്ത നിരീക്ഷണത്തിലാണ്. CJP രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന ഇന്റലിജൻസ് ബ്യൂറോയുടെ മുന്നറിയിപ്പുണ്ട്. ഇതേ തുടർന്ന് ഈ ഗ്രൂപ്പിന്റെ എക്സ് അക്കൗണ്ട് ഇന്ത്യയിൽ റദ്ദാക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയതോടെയാണ് ആശങ്കകൾ ശക്തമായത്. എന്നാൽ വെറുമൊരു മീം പേജ് എന്നതിനപ്പുറം ഈ കൂട്ടായ്മയുടെ ഉത്ഭവത്തെക്കുറിച്ചും അതിന്റെ അവിശ്വസനീയമായ വളർച്ചയെക്കുറിച്ചുമുള്ള അന്വേഷണത്തിലാണ് നമ്മുടെ സുരക്ഷാ ഏജൻസികൾ. സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ച റിപ്പോർട്ടുകൾ പ്രകാരം കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന പ്രധാന ഗ്രൂപ്പുകളിൽ ചിലത് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പലതവണ പേരും ചിഹ്നവും മാറ്റിയവയാണെന്നതാണ്. 2021 ഫെബ്രുവരിയിൽ ആം ആദ്മി പാർട്ടി ഗുജറാത്ത് എന്ന പേരിൽ ആരംഭിച്ച ഒരു പേജാണിത്. ഗുജറാത്തിലെ ആം ആദ്മി പാർട്ടി അനുഭാവിയുടേതെന്നോ അല്ലെങ്കിൽ ഒരു ഫാൻ പേജായോ ആയാണ് ഇതാദ്യം പ്രവർത്തിച്ചിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പിന്നീട് 2021 ഒക്ടോബറിൽ സമ്പന്നോ സർവാനോ എന്ന പേരിലേക്ക് ഈ പേജ് വീണ്ടും മാറി. വീണ്ടും AAP ഗുജറാത്ത് എന്ന പേരിലേക്ക് തന്നെ തിരിച്ചെത്തിയെങ്കിലും ഒടുവിൽ ഈ വർഷം മെയ് 21 കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുനർനാമകരണം ചെയ്യപ്പെട്ടതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. CJP സ്ഥാപകനായ അഭിജിത്ത് ദീപ്കെ 2020 2023 ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിസ്റ്റായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലും സജീവമായിരുന്നു. 2020 ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കളെ ആകർഷിക്കുന്നതിനായി മീമുകൾ അടിസ്ഥാനമാക്കിയുള്ള ഡിജിറ്റൽ ക്യാമ്പയിനുകൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുമുണ്ട്. അതേസമയം ഒരു പ്രാദേശിക രാഷ്ട്രീയ ഫാൻ പേജ് ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന രാജ്യവ്യാപകമായ ഭരണവിരുദ്ധ മീം പ്രസ്ഥാനമായി മാറിയതും പേജിൽ തുടർച്ചയായ പേരുമാറ്റങ്ങൾ ഉണ്ടായതുമെല്ലാം സുരക്ഷാ ഏജൻസികൾ വലിയൊരു മുന്നറിയിപ്പായാണ് നോക്കിക്കാണുന്നത്. കേവലം ഒരു പരിഹാസത്തോടല്ല ഉദ്യോഗസ്ഥർക്കുള്ള ആശങ്ക, മറിച്ച് ഈ പ്രസ്ഥാനം പടർന്നു പിടിച്ച വേഗതയും അതിന്റെ പ്രവചനാതീതമായ സ്വഭാവവും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയോടെയല്ലാതെ നോക്കിക്കാണാനാകുന്നില്ല. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, യുവാക്കളുടെ നിരാശ തുടങ്ങിയ വൈകാരികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇത്തരം കൂട്ടായ്മകൾ വളരെ പെട്ടെന്ന് വളരുന്നത് രാജ്യവിരുദ്ധ ശക്തികൾക്ക് കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ എളുപ്പമുള്ള സാഹചര്യമാണ് ഒരുക്കുക എന്നാണ് സുരക്ഷാ ഏജൻസികൾ ഭയപ്പെടുന്നത്. തുടക്കത്തിൽ രാഷ്ട്രീയമായി നിരുപദ്രവകരമെന്ന് തോന്നിക്കുന്ന ഇത്തരം തമാശ രൂപേണയുള്ള കൂട്ടായ്മകൾക്ക് പിന്നീട് ജനങ്ങളെ നേരിട്ട് തെരുവിലിറക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ. ഇത്തരത്തിൽ വളർന്ന ആഗോളതലത്തിലെ എലീദ പോലുള്ള ചില ജെൻസി പ്രസ്ഥാനങ്ങളെ ഇതിനുദാഹരണമായി ഇന്റലിജൻസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ള ഈ പ്രസ്ഥാനത്തിന്റെ ഡിജിറ്റൽ സാന്നിധ്യം മറ്റൊരു പ്രധാന ആശങ്കയാണ്. ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട ടെലഗ്രാം ചാനലുകളിലും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും വിദേശത്തുള്ള ഫോളോവേഴ്സിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് സുരക്ഷാ ഏജൻസികൾ അന്വേഷിക്കുകയാണ്. ലിങ്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പുകളിലെ പ്രാരംഭ അംഗങ്ങളിൽ പലരും വിദേശ പേരുകൾ ഉപയോഗിച്ചവരാണെന്നും ചില അക്കൗണ്ടുകൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണെന്നും ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ട്. കൂടാതെ ഫെബ്രുവരി മുതൽ തന്നെ നിലവിലുണ്ടായിരുന്ന ചില ടെലഗ്രാം ചാനലുകൾ പിന്നീട് CJPക്ക് വേണ്ടി മാറ്റിയെടുത്തതാണോ എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്.